ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രാൻസ് ഹിമാലയത്തെ കുറിച്ചാണ്. ട്രാൻസ് ഹിമാലയം നമുക്കറിയാം. ട്രാൻസ് ഹിമാലയം ഹിമാലയത്തിന്റെ മുകൾ ഭാഗമാണ്. അതുകൊണ്ട് ഉപരി ഹിമാലയം എന്നറിയപ്പെടുന്നു. ഉപരി ഹിമാലയം പ്രധാന ഹിമാലയൻ നിരകൾക്ക് വടക്കായി ടിബറ്റൻ പീഠഭൂമിയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ട്രാൻസ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിന്റെ മുകൾ ഭാഗത്ത് ഉപരി ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. ടിബറ്റൻ പീഠഭൂമിയുടെ തെക്കേ അറ്റത്താണ് ട്രാൻസ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടിബറ്റ് ചൈനയുടെ ഭാഗമാണ്. ടിബറ്റൻ പീഠഭൂമിയുടെ തെക്കേ അറ്റത്താണ് ട്രാൻസ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഭൂരിഭാഗവും ഇത് ടിബറ്റിൽ വ്യാപിച്ചു കിടക്കുന്നതിനാൽ ഇതിനെ ടിബറ്റൻ ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നു. ട്രാൻസ് ഹിമാലയത്തിൽ കാണുന്ന പ്രധാന പർവ്വതനിരകൾ നമുക്ക് നോക്കാം. കാരക്കോറം, ലഡാക്ക്, സസ്കർ, കൈലാസ് പർവ്വത നിരകൾ ട്രാൻസ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, കൈലാസ് പർവ്വത നിരകൾ. നമുക്ക് അത് എവിടെയാണെന്ന് നോക്കാം. ഹിമാലയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇത് 3 കൂടി ചേർന്നതാണ് ട്രാൻസ് ഹിമാലയ. അത് മാത്രമല്ല, നമ്മുടെ കൈലാസ ശ്രേണിയും ഇതിൽ വരുന്നതാണ്. കൈലാസ ശ്രേണിയും ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ്. കാരക്കോറം പർവ്വതനിര കൃഷ്ണഗിരി എന്ന് അറിയപ്പെടുന്നുണ്ട്. കൃഷ്ണഗിരി എന്നറിയപ്പെടുന്നത് കാരക്കോറം പർവ്വത നിരയാണ്. പാമീർ പീഠഭൂമിയില് ട്രാൻസ് ഹിമാലയത്തില് നമ്മുടെ ആദ്യത്തെ കാരക്കോറം റേഞ്ചാണ്. കാരക്കോറം റേഞ്ച് കൃഷ്ണഗിരി എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി ട്രാൻസ് ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്താണ്. ഇതാണ് ട്രാൻസ് ഹിമാലയം. കാരക്കോറം റേഞ്ച്, ലഡാക്ക് റേഞ്ച്, സസ്കർ റേഞ്ച്. ഇതിന്റെ ഏറ്റവും വടക്കേ അറ്റത്താണ് കാരക്കോറം റേഞ്ച്. കൃഷ്ണഗിരി എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ പാമീർ പീഠഭൂമി എടുത്താല്, ഈ ഭാഗത്ത് പാമീർ പീഠഭൂമി എടുത്താല് അതിന്റെ കിഴക്കായിട്ടാണ് നമ്മുടെ കാരക്കോറം റേഞ്ച്. ഓർത്തു വെക്കണം, പാമീർ പീഠഭൂമിയുടെ കിഴക്കായിട്ടും ട്രാൻസ് ഹിമാലയത്തിന്റെ വടക്കായിട്ടുമാണ് കാരക്കോറം പർവ്വതനിരകൾ വരുന്നത്. ഇത് ഇന്ത്യക്കും തുർക്കിസ്ഥാനും ഇടയിലുള്ള ഒരു നീർത്തടമായി പ്രവർത്തിക്കുന്നുണ്ട്. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം ഏകദേശം 3000 മീറ്റർ ആണ്. ഇവിടെ കാണുന്ന കൊടുമുടികളാണ് ട്രാൻസ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന കൊടുമുടികൾ ആണ്. അല്ലെങ്കിൽ കാരക്കോറം റേഞ്ചില്, ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം റേഞ്ചിൽ കാണപ്പെടുന്ന കൊടുമുടിയാണ് ഇത് K2 എന്ന് പറഞ്ഞാൽ ഗോൾഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്നുണ്ട്. ലോകത്തിലെ 2ാമത്തെ വലിയ കൊടുമുടിയാണിത്. ലോകത്തിലെ എവറസ്റ്റ് കഴിഞ്ഞാൽ ലോകത്തിലെ 2ാമത്തെ വലിയ കൊടുമുടിയാണ് മൗണ്ട് K2 അല്ലെങ്കിൽ ഗോൾഡ്വിൻ ഓസ്റ്റിൻ. ഇത് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം, ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിരയിലാണ് മൗണ്ട് K2 അല്ലെങ്കിൽ ഗോൾഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് പർവ്വതനിര. കാരക്കോറം റേഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം നിരയെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണഗിരി എന്ന് അറിയപ്പെടുന്നു. ഇനി നമുക്ക് നോക്കാം മൗണ്ട് K2വിന്റെ ഉയരം. മൗണ്ട് K2 ആണ് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കൊടുമുടി. എവറസ്റ്റ് കഴിഞ്ഞാൽ 2ാമത്തത് മൗണ്ട് K2 ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം പർവ്വതനിരയിലാണ്. മൗണ്ട് K2വിന്റെ ഉയരം 8611 മീറ്റർ. 8611 മീറ്റർ. 86 211 മീറ്റർ. 1954 ജൂലൈ 31 ഇറ്റാലിയൻ പർവ്വതാരോഹകരായ ലിനോ ലാസഡെല്ലിയും അക്കിലെ കോംബാഗോണിയുമാണ് ആദ്യമായി മൗണ്ട് K2 കീഴടക്കിയത്. ആരൊക്കെയാണ് ആദ്യമായി മൗണ്ട് K2 കീഴടക്കിയത്?
ഇറ്റാലിയൻ പർവ്വതാരോഹകരായ ലിനോ ലാസിഡെല്ലിയും അക്കിലെ കോംപഗ്നോണിയുമാണ് ആദ്യമായി മൗണ്ട് കെ2 കീഴടക്കിയത്. അപ്പൊ നമ്മൾ ഓർത്തു വെക്കണം, ഈ ലെഫ്റ്റ് കാണുന്നത് ആരാണ്? കോംപഗ്നോണിയാണ്. ഇനി കോംപഗ്നോണി റൈറ്റ് കാണുന്നത് ആരാണ്? ലാസിഡെല്ലിയാണ്. ലാസിഡെല്ലി ഓർത്തു വെക്കുക, രണ്ടുപേര് ലാസിഡെല്ലിയും കോംപഗ്നോണിയുമാണ്. ഇറ്റാലിയൻ പർവ്വതാരോഹകരാണ്. വർഷം ഓർത്തു വെക്കണം, 1954. 1954 അവര് കീഴടക്കുന്നത്. ആരൊക്കെയാണ്? ലിനോ ലാസിഡെല്ലിയും അക്കിലെ കോംപഗ്നോണിയുമാണ് ആദ്യമായി മൗണ്ട് കെ2 കീഴടക്കുന്നത്. ഇനി നമുക്കറിയാം, ട്രാൻസ് ഹിമാലയത്തിലൂടെ ഒഴുകുന്ന നദികൾ സിന്ധു, ബ്രഹ്മപുത്ര, സത്ലജ് തുടങ്ങിയ പ്രധാന നദികൾ ഉത്ഭവിക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിലാണ്. സിന്ധു, ബ്രഹ്മപുത്ര, സത്ലജ് തുടങ്ങിയ പ്രധാന നദികൾ ഉത്ഭവിക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിൽ വെച്ചാണ്. ഇനി ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് വളരെ തണുപ്പുള്ളതും വരണ്ടതുമാണ്. ട്രാൻസ് ഹിമാലയത്തിൽ വളരെ തണുപ്പുള്ള പ്രദേശങ്ങളും വരണ്ട പ്രദേശങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ലഡാക്ക്, ഹിമാചൽ പ്രദേശിലെ സ്പിതി താഴ്വര എന്നിവ ഈ മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം വളരെ തണുപ്പുള്ള ലഡാക്കും പിന്നെ ഹിമാചൽ പ്രദേശിലെ സ്പിതി താഴ്വരയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അതായത് തണുപ്പുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയാണ് ട്രാൻസ് ഹിമാലയത്തിൽ കാണപ്പെടുന്നത്. അപ്പം നമുക്ക് നോക്കാം, ട്രാൻസ് ഹിമാലയത്തിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ നദികളാണ് ഒഴുകുന്നത്. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ നദികൾ ഒഴുകുന്നത് ട്രാൻസ് ഹിമാലയത്തിലൂടെയാണ്. ട്രാൻസ് ഹിമാലയം ഒരു മഴനില പ്രദേശമാണ്. പ്രധാനമായ ഹിമാലയൻ നിരകൾ മൺസൂൺ കാറ്റുകളെ തടയുന്നതിനാൽ ട്രാൻസ് ഹിമാലയൻ മേഖലയിൽ മഴ വളരെ കുറവാണ്. അതായത് പ്രധാന ഹിമാലയൻ നിരകൾ മൺസൂൺ കാറ്റുകളെ തടയുന്നത് കൊണ്ട് ട്രാൻസ് ഹിമാലയൻ മേഖലയിൽ മഴ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ഭാഗം വരണ്ട മരുഭൂമി പോലെ കാണപ്പെടുന്നുണ്ട്. ഒരു മഴനിഴൽ പ്രദേശമാണ് ട്രാൻസ് ഹിമാലയത്തിന്റെ അധിക ഭാഗങ്ങളും. ലോകത്തിലെ ഏറ്റവും വലിയ ഹിമനദികളിലൊന്നായ സിയാച്ചിൻ ഗ്ലേസിയർ ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിരയിലാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയറുകളിലൊന്നായ, അതായത് ഹിമാനികളിലൊന്നായ അല്ലെങ്കിൽ ഹിമനദികളിലൊന്നായ സിയാച്ചിൻ ഗ്ലേസിയർ കാണപ്പെടുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിരയിലാണ്. ഓർത്തു വെക്കണം, സിയാച്ചിൻ ഗ്ലേസിയർ. ഏതാണ്? സിയാച്ചിൻ ഗ്ലേസിയർ കാണപ്പെടുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിരയിലാണ്. ട്രാൻസ് ഹിമാലയത്തിൽ അത്യപൂർവ ജീവജാലങ്ങളായ മഞ്ഞുപുലി, ടിബറ്റൻ ആന്റിലോപ്പ്, യാക്കുകൾ എന്നിവയെ ഈ ഉയർന്ന മേഖലകളിൽ കാണാം. ട്രാൻസ് ഹിമാലയത്തിലെ തണുപ്പ് കൂടിയ മേഖലകളിലൊക്കെ മഞ്ഞുപുലിനെയും ടിബറ്റൻ ആന്റിലോപ്പിനെയും യാക്കുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി കാരക്കോറം നിരയിലെ അതായത് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിരയിലെ സിയാച്ചിൻ ഗ്ലേസിയർ ആണ്. ഏതാണ്? സിയാച്ചിൻ ഗ്ലേസിയർ. അപ്പം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി ഹിമാലയത്തിലെ കാരക്കോറം പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്? സിയാച്ചിൻ ഗ്ലേസിയർ ആണ്. ആരാണ്? സിയാച്ചിൻ ഗ്ലേസിയർ. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 18,000 മുതൽ 22,000 അടി വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ കാരക്കോറം റേഞ്ചിലാണ് ഏത് ഹിമാനി ഉള്ളത്? സിയാച്ചിൻ ഹിമാനി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണ് ഏത്? സിയാച്ചിൻ ഹിമാനി അല്ലെങ്കിൽ സിയാച്ചിൻ ഗ്ലേസിയർ. ഇതാണ് കാരക്കോറം റേഞ്ച്. ഇവിടെ ലഡാക്ക് വരുന്നുണ്ട്. സിയാച്ചിൻ ഗ്ലേസിയർ ഇവിടെയാണ് കാണപ്പെടുന്നത്. ഈ കാരക്കോറം റേഞ്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ
ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള കാശ്മീർ, അതായത് ഈ കാരക്കോറം റേഞ്ചിലാണ്. അതായത് കാരക്കോറം റേഞ്ച് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള കാശ്മീരിലാണ് അധികവും കാരക്കോറം റേഞ്ച് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നോക്കാം. ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തേതാണ് ലഡാക്ക്. ട്രാൻസ് ഹിമാലയത്തിലെ ആദ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രം ലഡാക്ക്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലഡാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. അത് മാത്രല്ല, ഇന്ത്യയിലെ ഏക ശീത മരുഭൂമിയാണ് ലഡാക്ക്. ഇന്ത്യയിലെ ഏക ശീത മരുഭൂമിയാണ് ലഡാക്ക്. അപ്പൊ നമുക്ക് നോക്കാം, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ട്രാൻസ് ഹിമാലയൻ സ്ഥാനമാണിത്. തടാകങ്ങളുടെയും ചുരങ്ങളുടെയും നാട് എന്നാണ് ലഡാക്ക് അറിയപ്പെടുന്നത്. ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. നമുക്കറിയാം, മറ്റു രാജ്യങ്ങളുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ലഡാക്കാണ്. ഇന്ത്യയിലെ ഏക ശീത മരുഭൂമിയാണ് ലഡാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, 2019 ഒക്ടോബർ 31 വരെ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ലഡാക്ക്. പിന്നെ ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തതിനെ തുടർന്ന് ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി മാറിയതാണ്. രണ്ടാമത്താണ് പാങ്കോങ് തടാകം. ചന്ദ്രനെ പോലെ തെളിഞ്ഞ നീല നിറമുള്ള ഈ തടാകം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 14,000 അടി, എത്രയാണ്, 14,000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതെവിടെയാണ്? പാങ്കോങ് ലേക്ക് ട്രാൻസ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്ത് വെക്കണം, ട്രാൻസ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പാങ്കോങ് ലേക്ക്. അപ്പോൾ ലഡാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ പാങ്കോങ് ലേക്ക്. ഇന്ത്യ ചൈന അതിർത്തിയിലാണ്. അതായത് ഇന്ത്യ ചൈന അതിർത്തിയിലെ ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തിയിലുള്ള ലഡാക്കിന്റെ ഹിമാലയൻ പർവ്വതനിരകളിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പം ഇതിന് നമ്മൾ ചന്ദ്രനെ പോലെ തെളിഞ്ഞ നീല നിറം പറയാൻ കാരണം, ഇത് സൂര്യപ്രകാശത്തിന്റെ വ്യതിയാനം അനുസരിച്ച് ഇതിലെ നിറം, ഈ തടാകത്തിന്റെ നിറം നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളിൽ ദൃശ്യമാകാറുണ്ട്. അത് മാത്രല്ല, ഇതൊരു ഉപ്പ് തടാകമാണ്. പക്ഷെ ശൈത്യകാലത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്തായി മാറാറുണ്ട്? ഐസായിട്ട് മാറാറുണ്ട്. ഉപ്പുവെള്ളമായതിനാൽ ഈ തടാകത്തിൽ മത്സ്യങ്ങളൊന്നും ഇല്ല. എന്നാൽ ദേശാടന പക്ഷികളും താറാവുകളും ഒക്കെ കാണപ്പെടാറുണ്ട്. പക്ഷെ മത്സ്യങ്ങളൊന്നും കാണപ്പെടാറില്ല. അപ്പം നമുക്കറിയാം, ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ട്രാൻസ് ഹിമാലയത്തില് ലഡാക്കിലാണ്. ഏത് തടാകം? ലഡാക്കിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത്, പാങ്കോങ് തടാകം. അടുത്തതാണ് ട്രാൻസ് ഹിമാലയത്തിലുള്ള അടുത്ത വിനോദസഞ്ചാര കേന്ദ്രമാണ് നുബ്ര താഴ്വര. ഏതാണ്? നുബ്ര താഴ്വര. ട്രാൻസ് ഹിമാലയത്തിലെ അടുത്ത വിനോദസഞ്ചാര കേന്ദ്രം നുബ്ര താഴ്വര. മണൽക്കുന്നുകളും ഇരട്ട പൂഞ്ഞയുള്ള ഒട്ടകങ്ങളും മണൽക്കുന്നുകളും ഇരട്ട പൂഞ്ഞയുള്ള ഒട്ടകങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇതും ലഡാക്കിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലഡാക്കിൽ നിന്ന് ഏകദേശം ഉയരത്തിലാണ്. അതായത് ലഡാക്കിലെ ലേ നഗരത്തിൽ നിന്ന് 150 കിലോമീറ്ററോളം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശീത മരുഭൂമിയാണ്. നുബ്ര താഴ്വര ഏകദേശം ലഡാക്കിൽ നിന്ന്, ലേയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ്. അത് മാത്രമല്ല, ഇതൊരു ശീത മരുഭൂമിയാണ്. അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നുബ്രയില് ഹണ്ടർ എന്നൊരു സ്ഥലമുണ്ട്. അതായത് അവിടെ വെളുത്ത മണൽക്കുന്നുകളാൽ നിറഞ്ഞതാണ്. അപ്പം അവിടെ ഭയങ്കര തണുപ്പാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഇത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇതൊരു ശീത മരുഭൂമിയാണ്. അതുമാത്രമല്ല, ഇവിടെ കാണപ്പെടുന്ന വെളുത്ത മണൽക്കുന്നുകൾ ഇവിടുത്തെ ഭയങ്കര അത്യപൂർവമായ കാഴ്ചയാണ്. പിന്നെ ഇരട്ടപ്പൂഞ്ഞയുള്ള ഒട്ടകങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അതായത് രണ്ട് മുതുക്, അതായത് രണ്ട് പൂഞ്ഞയുള്ള, അതായത് മുതുകില് രണ്ടിതുള്ള ഒട്ടകങ്ങളാണ് ഇരട്ടപ്പൂഞ്ഞയുള്ള ഒട്ടകങ്ങള്. ഈ പണ്ട് സിൽക്ക് റൂട്ട് വഴി വ്യാപാരം നടത്തിയിരുന്നു ഇവരെ കൊണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് അവിടെ അവശേഷിപ്പിക്കുന്നത്.
പിന്നെ ഇവിടെ വലിയ ബുദ്ധാശ്രമമൊക്കെ ഉണ്ട്. 32 മീറ്റർ ഉയരമുള്ള മൈത്രേയ ബുദ്ധ പ്രതിമ ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇനി അടുത്താണ് ട്രാൻസ് ഹിമാലയത്തിലെ തന്നെ മറ്റൊരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് സ്പിതി താഴ്വര. സ്പിതി താഴ്വര ഏതാണ്? ട്രാൻസ് ഹിമാലയത്തിലെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് സ്പിതി താഴ്വര. ഓർത്തു വെക്കണം, സ്പിതി താഴ്വര. ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഒരു ശീതമരുഭൂമിയാണ്. ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന സ്പിതി താഴ്വര ഒരു ശീതമരുഭൂമിയാണ്. പ്രശസ്തമായ കിമോൺട്രാസ്ട്രി ഇവിടെയാണ്. പ്രശസ്തമായ കിമോൺട്രാസ്ട്രി. കിമോൺട്രാസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു കോട്ടയാണ്. കുന്നിൻ മുകളിലുള്ള ഒരു കോട്ട പോലെ തോന്നിപ്പിക്കുന്ന ഒരു എന്താണ് ഒരു ബുദ്ധ ആശ്രമം. കുന്നിൻ മുകളിൽ ഒരു കോട്ട പോലെ തോന്നിപ്പിക്കുന്ന ബുദ്ധാശ്രമമാണ് കിമോണാസ്ട്രി. അത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സ്പിതി എന്നാൽ മധ്യഭൂമി എന്നാണ് അർത്ഥം. അത് ഇന്ത്യക്ക് ടിബറ്റിനും ഇടയിലുള്ള പ്രദേശമാണിത്. സ്മിതി എന്നാൽ ഹിമാചൽ പ്രദേശിലെ അർത്ഥം, ഹിമാചൽ പ്രദേശിലെ സ്മിതി എന്നാൽ അർത്ഥം മധ്യഭൂമി എന്നാണ്. ഏതാണ്? മധ്യഭൂമി. പിന്നെ ഇവിടെ ചന്ദ്രക്കലയുള്ള ആകൃതിയുള്ള ഒരു മനോഹരമായ ഒരു തടാകമുണ്ട്. അതാണ് ചന്ദ്രതാൽ തടാകം എന്ന് പറയും. ചന്ദ്രതാൽ തടാകം. അത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസായ ഹിക്കിം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസായ ഹിക്കിം സ്പിതി താഴ്വരയിലാണ്. പിന്നെ ഈ ഫോസിൽ വില്ലേജ് ഇവിടെ തന്നെ കാണുന്നതാണ് ലാംസ. ലാംസ എന്ന് പറഞ്ഞാൽ പുരാതനമായ സമുദ്ര ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ് ലാംസ. ആ ലാംസ ഇവിടെ കാണുന്നത് സ്പിതി താഴ്വരയിലാണ്. പിന്നെ ഒരുപാട് ബുദ്ധാശ്രമങ്ങൾ ഈ സ്പിതി താഴ്വരയിലുണ്ട്. 1000-ലധികം വർഷം പഴക്കമുള്ള ബുദ്ധാശ്രമങ്ങൾ ഈ സ്പിതി താഴ്വരയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ എവിടെയാണെന്ന് നോക്കാം. അപ്പം ഇതാണ് നുബ്ര വാലി, ഇത് കാർഗിലാണ്, ഇത് നമ്മൾ പറഞ്ഞ പാങ്കോങ് തടാകം, ഇത് മണാലി, നമ്മുടെ ലഡാക്കിന്റെ ഭാഗമാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ട്രാൻസ് ഹിമാലയത്തിലെ മറ്റൊരു പർവ്വത മേഖലയാണ് കൈലാസ പർവ്വതം. ഏതാണ്? കൈലാസ പർവ്വതം. ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതം ആത്മീയമായി വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമുക്ക് കൈലാസ പർവ്വതത്തെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ചിത്രത്തിൽ കാണാം, ഇതാണ് മൗണ്ട് കൈലാസം. കൈലാസ പർവ്വതം ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് കൈലാസം. ടിബറ്റൻ മേഖലയിലാണ് കൈലാസ പർവ്വതം. കൈലാസ പർവ്വതം എന്ന് വെച്ചാൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. പക്ഷെ ടിബറ്റൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസ പർവ്വതം വളരെ ആത്മീയമായിട്ട് പ്രാധാന്യമുള്ള പർവ്വതമാണ്. ടിബറ്റൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസ പർവ്വതം, അതായത് മറ്റ് മേഖലകളെക്കാളും വളരെ ആത്മീയ പ്രാധാന്യമുള്ള സ്ഥലമാണ് ടിബറ്റൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസ പർവ്വതം. ഹിമാലയത്തിലെ കൈലാസ് നിരകളുടെ ഭാഗമാണ് കൈലാസ പർവ്വതം. ഹിമാലയത്തിലെ കൈലാസ് നിരകളുടെ ഭാഗമാണ് കൈലാസ പർവ്വതം. അത് ടിബറ്റിലെ ഹിമാലയൻ നിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലെ ഹിമാലയൻ നിരകളിലാണ്. കൈലാസ പർവ്വതത്തിന്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 6638 മീറ്റർ ആണ്. 6638 മീറ്റർ ആണ്. അതായത് ശിവഭഗവാന്റെ വാസസ്ഥലമായും പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് ഒരുപാട് ആത്മീയ സന്തോഷത്തിന്റെ കേന്ദ്രമായ ബുദ്ധ പ്രതിമകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്കറിയാം, ജൈനമതത്തിന് ഈയിടെ കൈലാസ പർവ്വതത്തിൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ തീർത്ഥാങ്കരനായ ഋഷഭനാഥൻ മോക്ഷം പ്രാപിച്ചത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ നിന്ന് 4 നദികൾ ഉത്ഭവിക്കുന്നുണ്ട്: സിന്ധു, ബ്രഹ്മപുത്ര, സത്ലജ്, കർണാലി. ഇതൊക്കെ കൈലാസ പർവ്വതത്തിന്റെ സമീപത്ത് നിന്ന് ഉത്ഭവിക്കുന്ന താഴ്വരകളാണ്. അതുമാത്രമല്ല, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഓരോ വർഷം എത്തുന്ന കൈലാസ മാനസ സരോവര യാത്രയും നടത്താറുണ്ട്. അപ്പൊ കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ട്രാൻസ് ഹിമാലയത്തിലാണ്. കൈലാസ പർവ്വതത്തില് ആത്മീയ കാരണങ്ങളാലും ഭൂപ്രകൃതിയുടെ പ്രത്യേകതകളാലും
ഇന്ന് വരെ ആരും അങ്ങനെ കയറിയിട്ടില്ല. ആ പർവ്വതം വലം വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെയാണ് അടുത്താണ് കാർഗിൽ. കാർഗിൽ ചരിത്രപരമായ പ്രാധാന്യമുള്ള കാർഗിൽ സാഹസിക സഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമാണ്. അപ്പൊ കാർഗില് സാഹസിക സഞ്ചാരികളുടെ അതായത് കാർഗിൽ സാഹസിക സഞ്ചാരികളുടെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമാണ് കാർഗിൽ. അപ്പൊ നമുക്ക് കാർഗിൽ എവിടെയാണെന്ന് നോക്കാം. ട്രാൻസ് ഹിമാലയത്തിലെ ഈ ഭാഗത്താണ് കാർഗിൽ. ഇവിടെ കള്ളിയിൽ ഇട്ടിട്ടുണ്ട്. ഈ ഭാഗത്താണ് കാർഗിൽ. അപ്പോൾ കാർഗിൽ സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. എവിടെയാണ്? ലഡാക്ക് റേഞ്ച്. ലഡാക്ക് റേഞ്ച് കാരക്കോറം ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും കാർഗിൽ സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. അപ്പം ലഡാക്കിന്റെ സംയുക്ത തലസ്ഥാനവും പ്രധാന ജില്ലകളിൽ ഒന്നുമാണ് കാർഗിൽ. ശ്രീനഗറിൽ നിന്ന് ജമ്മു കാശ്മീർ ശ്രീനഗറിൽ നിന്ന് ലേയിലേക്കുള്ള പാതയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്. ലഡാക്കിന്റെ രണ്ടാമത്തെ വലിയ പട്ടണമായ അതായത് LOC, ലഡാക്കിന്റെ നിയന്ത്രണ രേഖ, ലഡാക്കും ചൈനയും തമ്മിലുള്ള ലൈൻ ഓഫ് കൺട്രോൾ, അതായത് ലഡാക്കിലെ ലൈൻ ഓഫ് കൺട്രോളിന്റെ സമീപത്ത് ലഡാക്കിന്റെ രണ്ടാമത്തെ വലിയ പട്ടണമാണ് കാർഗിൽ. ലഡാക്കിലെ രണ്ടാമത്തെ വലിയ പട്ടണമാണ് കാർഗിൽ. അത് മാത്രമല്ല ലൈൻ ഓഫ് കൺട്രോളിന്റെ അടുത്താണ്. അതായത് ലൈൻ ഓഫ് കൺട്രോളിന്റെ അടുത്താണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999 കാർഗിൽ യുദ്ധം നടക്കാനുള്ള കാരണം നിയന്ത്രണ രേഖ ലംഘിച്ച് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറിയതാണ് കാർഗിൽ യുദ്ധം നടക്കാൻ കാരണമായത്. ഇതിനെ നമ്മൾ ഓപ്പറേഷൻ വിജയ് എന്നാണ് പറഞ്ഞത്. നുഴഞ്ഞു കയറ്റക്കാരെ തടയാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ വിജയ്. അതുമാത്രമല്ല 1999 ജൂലൈ 26 യുദ്ധം അവസാനിച്ചു. ഇന്ത്യ വിജയം പ്രാപിച്ചു. അതുകൊണ്ട് നമ്മൾ ജൂലൈ 26 എല്ലാ വർഷവും കാർഗിൽ വിജയദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ട്രാൻസ് ഹിമാലയത്തിലെ ലഡാക്ക് ശ്രേണി നോക്കാം. ഇവിടുത്തെ പ്രധാന ചുരങ്ങളാണ് ലേയുടെ വടക്കും കിഴക്കുമുള്ള ബർദുംല, ദിർഗാല. അതുമാത്രമല്ല ലഡാക്ക് ശ്രേണി ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ടിബറ്റ്, ഹിമാചൽ പ്രദേശ്, ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ, ജമ്മു കാശ്മീർ എന്നിവയാൽ അതിരിടുന്നുണ്ട്. ലഡാക്ക് ശ്രേണിയിലെ ലഡാക്ക് ആരൊക്കെയായിട്ട് അതിരിടുന്നുണ്ട്? ടിബറ്റുമായിട്ട് അതിരുണ്ട്, ഹിമാചൽ പ്രദേശുമായിട്ട് ലഡാക്കിന് അതിരുണ്ട്, ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ, ജമ്മു കാശ്മീർ എന്നിവയാൽ ലഡാക്ക് അതിര് പങ്കിടുന്നു. സിന്ധു, ഷ്യോക്ക്, നുബ്ര, ഹാൻലെ, സുരദ്രാസ് നദികൾ എന്നിവയാണ് ലഡാക്ക് ശ്രേണിയിലെ പ്രധാന ജലസ്രോതസ്സുകൾ. ഹിമാനികളും നദികളും ചേർന്ന് രൂപപ്പെടുത്തിയ ഭൂപ്രദേശമാണ് ലഡാക്ക്. പാറക്കെട്ടുകളും കുത്തനെയുള്ള താഴ്വരകളും നിറഞ്ഞതാണ് ലഡാക്ക് ശ്രേണി. ലേ, കാർഗിൽ തുടങ്ങിയ പട്ടണങ്ങൾ ഈ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ആണ്. ലഡാക്കിലെ കാലാവസ്ഥ കഠിനവും വരണ്ടവുമാണ്. അതിനാൽ ഇത് ഒരു തണുത്ത മരുഭൂമി എന്ന് അറിയപ്പെടുന്നു. ലഡാക്ക് കോൾഡ് മരുഭൂമിയാണ്. ലഡാക്ക് തണുത്ത മരുഭൂമി എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഈ മേഖലയാണ് ലഡാക്ക് വരുന്നത്. അവ ഇവിടെ കാർഗിൽ വരുന്നുണ്ട്, സിയാച്ചിൻ ഗ്ലേസിയർ വരുന്നുണ്ട്, തലസ്ഥാനമായ ലേ വരുന്നുണ്ട്. അപ്പം ലേ, കാർഗിൽ എന്നിവ കാർഗിലും ലേയും ലഡാക്കിലെ പ്രധാന ജില്ലകളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലാണ്. ഇവിടെ ഓക്സിജന്റെ അളവൊക്കെ വളരെ കുറവായിരിക്കും. അത് മാത്രമല്ല ടിബറ്റൻ ബുദ്ധമതത്തിന് ഇവിടെ ഭയങ്കര സ്വാധീനമുണ്ട്. അതുകൊണ്ട് ലഡാക്കിനെ നമ്മൾ ചെറു ടിബറ്റ് അല്ലെങ്കിൽ ലിറ്റിൽ ടിബറ്റ് എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാങ്കോങ് തടാകം, നുബ്ര വാലി, അതുപോലെ തന്നെ മണാലി ലേ ഹൈവേ, ഇതൊക്കെ ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ലഡാക്ക് ശ്രേണി ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്.
അടുത്ത് നമുക്ക് സസ്കർ ശ്രേണി നോക്കാം. ട്രാൻസ് ഹിമാലയത്തിലെ മറ്റൊരു ഭാഗമാണ് സസ്കർ. കാരക്കോർ റേഞ്ച് പറഞ്ഞു, ലഡാക്ക് റേഞ്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് സസ്കർ ശ്രേണി. സസ്കർ ശ്രേണിയെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. ലഡാക്ക് പർവ്വതനിരയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സസ്കർ പർവ്വതനിര ലഡാക്കിനെ കാശ്മീർ താഴ്വരയിൽ നിന്ന് വേർതിരിക്കുന്നുണ്ട്. അപ്പം സസ്കർ ശ്രേണി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലഡാക്ക് പർവ്വതനിരയുടെ തെക്ക് ഭാഗത്ത്, അതായത് തെക്ക് ഭാഗത്തായിട്ടാണ് സസ്കർ ശ്രേണി സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗങ്ങൾ പറഞ്ഞതാണ്. അപ്പം കാരക്കോറം, ലഡാക്ക്, സസ്കർ. അപ്പൊ സസ്കർ ശ്രേണി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പർവ്വതനിരയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് സസ്കർ പർവ്വതനിര. ലഡാക്കിനെ കാശ്മീർ താഴ്വരയിൽ നിന്ന് വേർതിരിക്കുന്നത് ഇതാണ്. അപ്പൊ ലഡാക്കിനെ കാശ്മീർ താഴ്വരയിൽ നിന്ന് വേർതിരിക്കുന്നത് ഈ സസ്കർ പർവ്വത നിരയാണ്. ലഡാക്കിനെ കാശ്മീർ, അതായത് ഈ ഭാഗം, ലഡാക്കിനെ കാശ്മീർ താഴ്വരയിൽ നിന്ന് വേർതിരിക്കുന്നത് ഈ ഭാഗം, അതായത് സസ്കർ പർവ്വത നിരകളാണ്. ലഡാക്ക് മേഖലയ്ക്കും ജമ്മു കാശ്മീർ സമതലങ്ങൾക്കും ഇടയിലുള്ള ഒരു സ്വാഭാവിക അതിർത്തിയായി ഇത് പ്രവർത്തിക്കുന്നു. ലഡാക്ക് മേഖലയ്ക്കും ജമ്മു കാശ്മീർ സമതലങ്ങൾക്കും ഇടയിലുള്ള സ്വാഭാവിക അതിർത്തിയായി ഇത് പ്രവർത്തിക്കുന്നു. ഹിമാചൽ പ്രദേശിലെ കിനൌറിന്റെയും സ്പിതിയെയും ഇത് വിഭജിക്കുന്നു. ഹിമാചൽ പ്രദേശിലെ കിനൌറിനെയും സ്പിതിയെയും ഇത് വിഭജിക്കുന്നു. അപ്പം ലഡാക്കിലെ കാർഗിലുമായിട്ട് വേർതിരിക്കുന്നത് സസ്കർ പർവ്വതനിരയാണ്. ലഡാക്കിലെ കാർഗിൽ ജില്ലയിലാണ് ഈ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. സസ്കറിന്റെ ഏറ്റവും വലിയ പട്ടണം, അതായത് നമ്മള് സസ്കാറിലെ ഏറ്റവും വലിയ പട്ടണവും ഭരണപ്രദേശവുമാണ് പദം. പിന്നെ ശൈത്യകാലത്ത് സസ്കാർ നദി പൂർണ്ണമായും മരവിക്കും. അതിനു മുകളിലൂടെ സാഹസിക യാത്രകളൊക്കെ നടത്താറുണ്ട്. പിന്നെ അത് മാത്രല്ല, ഇവിടെയാണ് ഫുക്തൽ ബുദ്ധാശ്രമം കാണുന്നത്. ഒരു ഗുഹയ്ക്കുള്ളിൽ നിർമ്മിച്ച ബുദ്ധാശ്രമമാണ് ഫുക്തൽ ബുദ്ധാശ്രമം. ഇത് ഇവിടെയാണ് കാണുന്നത്. ഈ സസ്കർ നദി സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ്. അപ്പോ നമുക്ക് സസ്കാർ ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ പഠിക്കുന്നതാണ് കൈലാസ ശ്രേണി. അപ്പൊ നമ്മള് കൈലാസ ശ്രേണിയെ കുറിച്ച്, ട്രാൻസ് ഹിമാലയത്തിലെ കൈലാസ ശ്രേണിയെ കുറിച്ച് പഠിക്കാം. പടിഞ്ഞാറൻ ടിബറ്റിലെ ലഡാക്കിന് കീഴിലായി സ്ഥിതി ചെയ്യുന്ന കൈലാസ പർവ്വതനിര ചൈനീസ് ഭാഷയിൽ ഗാങ് ഡൈസ് എന്ന് അറിയപ്പെടുന്നു. ഇത് ലഡാക്ക് ശ്രേണിയുടെ ഒരു വിപുലീകരണമാണ്. അപ്പം കൈലാസ പർവ്വതനിര ചൈനീസ് ഭാഷയിൽ എന്താണ് അറിയപ്പെടുന്നത്? ഗാങ് ഡൈസ് എന്ന് അറിയപ്പെടുന്നു. ഇതിന്റെ ശരാശരി ഉയരം എത്രയാണ്? ഇതിന്റെ ശരാശരി ഉയരം 5500 to 6000 മീറ്റർ ആണ്. 5500 to 6000 മീറ്റർ ആണ്. വീതി 30 കിലോമീറ്റർ ആണ്. ഏറ്റവും ഉയരമുള്ള കൊടുമുടി കൈലാസ പർവ്വതം 6714 മീറ്റർ. ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, ജൈനന്മാർ, ബോൺ മതസ്ഥർ എന്നിവർ ഈ പർവ്വതനിരയെ എന്ത് ചെയ്യുന്നു? എന്നിവരുടെ ആരാധനാ കേന്ദ്രമാണ് കൈലാസ പർവ്വതനിര. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും വാസസ്ഥലമാണിത്. ഒരു പിരമിഡിന്റെ ആകൃതിയുള്ള പർവ്വതമാണ് കൈലാസ പർവ്വതം. ഹിന്ദു, ബുദ്ധ, ജൈന മതവിശ്വാസികൾക്ക് ഒരുപോലെ പവിത്രമായി കാണപ്പെടുന്ന സ്ഥലമാണ് കൈലാസം. അപ്പോൾ ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ വളരെയധികം പ്രശസ്തമാണ്. ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണെങ്കിലും ആത്മീയമായ ആദരവ് കാരണവും ആത്മീയമായ ആദരവ് കാരണം
പിന്നെ ഭൂപ്രകൃതിയുടെ ഈ കാഠിന്യം മൂലമൊക്കെ കൈലാസ പർവ്വതത്തിന്റെ മുകളിൽ ആരും ഇതുവരെ കയറിയിട്ടില്ല. ഇനി കൈലാസത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് മാനസ സരോവർ തടാകം. മാനസ സരോവർ തടാകം ഇവിടെ സ്നാനം ചെയ്യുന്നത്, കുളിക്കുന്നത് പുണ്യമായി കരുതപ്പെടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഏഷ്യയിലെ വലിയ നദികളായ സിന്ധു, ബ്രഹ്മപുത്ര, സത്ലജ്, കർണാലി എന്നിവ ഈ കൈലാസത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് കൈലാസ് റേഞ്ച്. കൈലാസ റേഞ്ചാണ് ഇത്. അപ്പൊ നമ്മൾ പറഞ്ഞതാണ്, സിന്ധു നദി കൈലാസ പർവ്വതത്തിനടുത്ത് നിന്ന് ഉത്ഭവിച്ച് സസ്കാർ, ഷ്യോക്ക്, നുബ്ര, സുരു എന്നിവിടങ്ങളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നു. കൈലാസത്തിനടുത്തുള്ള രാക്ഷസ്ഥാൽ തടാകത്തിന് സമീപത്ത് നിന്നാണ് സത്ലജ് നദിയും ആരംഭിക്കുന്നത്. അപ്പൊ സത്ലജ് നദി ആരംഭിക്കുന്നത് കൈലാസത്തിനടുത്തുള്ള രാക്ഷസ്ഥാൽ തടാകത്തിന് സമീപത്ത് നിന്നാണ്. കാരക്കോറത്തിൽ നിന്നാണ് ഹിമാനികൾ, ഷയോക്ക്, നുബ്ര നദികളെ പോഷിപ്പിക്കുന്നത്. കാരക്കോറത്തിൽ നിന്നാണ് ഹിമാനികൾ, ഷയോക്ക്, നുബ്ര നദികളെ പോഷിപ്പിക്കുന്നത്. സൻസ്കാർ, സുരു നദികൾക്ക് ജന്മം നൽകുന്നത് സസ്കർ, സുരു നദികൾക്ക് ജന്മം നൽകുന്നത് സസ്കർ നിരകളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ PSC വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.